ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു പച്ചടി ചെയ്താലോ. പച്ചടി തന്നെ പല സാധനങ്ങൾ വെച്ചിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. മാങ്ങ വെച്ചിട്ട്, പൈനാപ്പിൾ വെച്ചിട്ട്, അതേപോലെ തന്നെ വെള്ളരിക്ക വെച്ചിട്ട് ചെയ്യാറുണ്ട്. കൈപ്പക്ക, വെണ്ടക്ക, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പച്ചടി ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റില്ലേ, നല്ല കളറില്ലേ, നല്ല ഭംഗിയുള്ള കളറില്ലേ ആ ബീട്രൂട്ട് പച്ചടി. അത് സദ്യ വിഭവങ്ങളിൽ തന്നെ ഒരു എടുത്തു കാണിക്കണ ഒരു വിഭവമാണ് ഈ ഒരു ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഇന്ന് നമുക്ക് ബീട്രൂട്ട് പച്ചടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ടാണ്. അതിലേക്ക് പാകത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് വേവായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, വളരെ ചെറിയ കഷ്ണം, ഒരു ഇഞ്ചിൻ്റെ ചെറിയൊരു കഷ്ണം മതി, പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് കടുക് ഞാനൊരു 1/4 ടീസ്പൂണ് എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ചില ഭാഗങ്ങളിൽ ജീരകം ചേർക്കാറില്ല, ഞങ്ങളുടെ അവിടെ ജീരകം ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ബീട്രൂട്ട് ഇവിടെ വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരിത്തിരിയും കൂടെ വെള്ളമുണ്ട്, അതും കൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ അരച്ച ആ ഒരു തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തേങ്ങയുടെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയുടെ ഒരു പച്ചച്ചുവയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ടാവും, അതും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് സ്റ്റൗ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് വേണം കേട്ടോ തൈര് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരിത്തിരിയും കൂടെ പുളിയുടെ കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് താളിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കറിയുടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തന്നെ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ ഒന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോണ ഒരു ബോളിയുടെ റെസിപ്പി. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് പറയണം കേട്ടോ. കാരണം അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയുക. ഇനി വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.